ഹായ് SSLCയിലെ എല്ലാ വിദ്യാർത്ഥികളും അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. അടുത്ത വർഷം ഫുൾ മാർക്കോടുകൂടി ഫുൾ A+ ഫിസിക്സിൽ വാങ്ങാൻ പോകുന്ന വിദ്യാർത്ഥികളാണ്. ഞാൻ ഡോക്ടർ അനന്തു, ഫൗണ്ടർ CEO Xylem ലേണിംഗ്. മക്കളെ, നമ്മൾ എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്, വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ താപഫലവുമുണ്ട്, പ്രകാശഫലങ്ങളും അല്ലേ. അതായത് ഹീറ്റിംഗ് എഫക്റ്റും ലൈറ്റ് എഫക്റ്റും രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഈ ഹീറ്റിംഗ് എഫക്റ്റിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ജൂൾസ് ലോ ആണ്. ജൂൾസ് ലോ വരെയാണ് നമ്മൾ കഴിഞ്ഞ ലൈവിൽ പഠിച്ചിട്ടുള്ളത്. അതിൻ്റെ ന്യൂമറിക്കൽ ആപ്ലിക്കേഷനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ജൂൾസ് ലോയുടെ കോൺസെപ്റ്റുമാണ് നാളെ വൈകുന്നേരം വരുന്ന ലൈവിൽ നമ്മൾ 7:30 ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ലൈവിലുണ്ടാവണം. ലൈവ് ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിലുണ്ട്. നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മൾ ഇന്ന് ആക്ച്വലി ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോവാണ്. അതായത് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൽ നമ്മൾ ആക്ച്വലി വൈദ്യുതി അഥവാ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്. അങ്ങനത്തെ ഡിവൈസുകൾ ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതൊക്കെയാണ് മക്കളെ. അയൺ ബോക്സ് ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു, ഹീറ്റ് ഉണ്ടാകുന്നു. രണ്ടാമതായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കാം. എക്സാമ്പിളായിട്ട് പറയാം, വൈദ്യുതി കൊടുക്കുന്നു അഥവാ ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു, ഹീറ്റ് ഉണ്ടാകുന്നു, താപം ഉണ്ടാകുന്നു. അപ്പോൾ ഈ നമ്മുടെ ഈ അയൺ ബോക്സിലൊക്കെ ഉള്ള ഈ ഹീറ്റ് ഉണ്ടാക്കുന്ന ആളെന്ന് പറയുന്നതാണ് ഈ നിക്രോം എന്ന് പറയുന്നത്. ഈ നിക്രോം വയറിന് കറണ്ട് കൊടുത്തിട്ട് നമ്മൾ ആ അകത്ത് നടക്കുന്ന കാര്യം നമ്മൾ പുറത്തിപ്പോൾ കാണാൻ പോവാണ്, ഹീറ്റിംഗ് എഫക്റ്റ് എന്നുള്ളത്. നിക്രോം വയർ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇത് ഇങ്ങനെ ചുരുട്ടിയാണ് വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് അത്രയും ചുരുട്ടാൻ കാര്യം? ലെങ്ത് കൂട്ടുവാണ്. ലെങ്ത് കൂട്ടുമ്പോൾ എന്താ സംഭവം? ഇങ്ങനെ ചുരുട്ടി ഒരു വലിയ ലെങ്ത് ഉള്ള ആളെ ഇത്രയും ചുരുട്ടി എടുത്തിരിക്കുക. എന്തിന് ഇത്രയും ചുരുട്ടുന്നത്? ലെങ്ത് അത്രയും കൂടുതൽ വേണം. ഈ ലെങ്തിൽ തന്നെ ഒരുപാട് ലെങ്ത് ഉണ്ട്. നോക്കിയാൽ നിങ്ങൾ ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത്രയും നീളും. കാര്യം ഇതിനെയാണ് നമ്മൾ ഇത്രയും ലെങ്തിനെയാണ് ചുരുട്ടി വെച്ചത്. അങ്ങനെ ചുരുട്ടി വെക്കാൻ കാര്യം അത്രത്തോളം ലെങ്ത് അതിനകത്ത് ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. ലെങ്ത് കൂടുമ്പോൾ ആര് കൂടും? റെസിസ്റ്റൻസ് കൂടും. ഓൾറെഡി റെസിസ്റ്റൻസ് കൂടിയ നിക്രോം വയറാണ് നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റിന് ഉപയോഗിക്കുന്നത്. ഇത് എന്ത് വയറാണ്? നിക്രോം വയർ. നിങ്ങളുടെ മനസ്സിൽ വേണ്ട ഒരു പേരാണ്, അതൊക്കെ ചോദ്യമായി വരുന്നതാണ്. അപ്പോൾ നമ്മൾ നിക്രോം വയറാണ് ഉപയോഗിക്കുന്നത്. ആ നിക്രോം വയറിന് ഓൾറെഡി റെസിസ്റ്റൻസ് കൂടുതലാണ്. അതിൽ തന്നെ നമ്മൾ ലെങ്ത് മാക്സിമം കൂട്ടിയായിരിക്കും എടുക്കുക, അപ്പോഴും റെസിസ്റ്റൻസ് കൂടും. അപ്പം റെസിസ്റ്റൻസ് കൂടിയ നിക്രോം വയറാണ് നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റിന് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ഇതിന് എന്ത് ചെയ്യാൻ പോവാണ്, ഞാൻ ഇതിനകത്ത് കറണ്ട് ഓൺ ചെയ്തിട്ട് ഞാൻ നിങ്ങളിത് ചുട്ടുപഴുക്കുന്ന കാണാൻ പറ്റും. അതാണ് നിക്രോം വയറിന്റെ പ്രത്യേകത. എന്തുകൊണ്ടാണ് നിക്രോം വയർ ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്നത്? ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്ന ആര്? ചോദ്യമാണ്. എന്താണ് ഉത്തരം? ഇപ്പം നിങ്ങളിത് കണ്ടുപഠിക്കാൻ പോവാണ് നിക്രോം വയറാണ്. എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്? നിക്രോം വയർ ഉപയോഗിക്കാൻ കാര്യം ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾക്ക് പറയാം, ഹൈ റെസിസ്റ്റൻസ്, പ്രതിരോധം അത്രയും കൂടുതലായിരിക്കും, ഹൈ റെസിസ്റ്റൻസ് ആണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇങ്ങനെ ചുട്ടുപഴുത്ത് നിൽക്കാൻ പറ്റും അതിന്, അല്ലേ? അതായത് ആ റെഡ് ഹോട്ട് കണ്ടീഷനിൽ അയാൾക്ക് എന്ത് ചെയ്യാം, കുറേ നേരം എന്ത് ചെയ്യാൻ പറ്റും അയാൾക്ക്? ആ ഒരു ചുട്ടുപഴുത്ത് നിൽക്കാനുള്ള കഴിവുണ്ട് അയാൾക്ക്. പിന്നെ ഇയാളുടെ മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്, ഉരുകി അയാൾ പോവില്ല. മെൽറ്റിംഗ് പോയിന്റ് എന്താണ്? അയാൾക്ക് കൂടുതലുമാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് അയാളെ നമ്മൾ എന്ത് ചെയ്യും, ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളത് ഒന്ന് കറണ്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് അത് കാണാൻ പോകും, അത് വിഷ്വലൈസ് ചെയ്യാൻ പോകും. നിങ്ങൾ ഇതിന് മറക്കാൻ പാടില്ല. അതായത് കറണ്ട് ഓൺ ചെയ്യുമ്പോഴത്തേക്കും ഞാനിവിടെ കറണ്ടിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കോയിൽ നിങ്ങൾക്ക് കാണാം, സെയിം തന്നെയാണ് കോയിൽ, രണ്ട് വ്യത്യാസമൊന്നുമില്ല. ഈ കോയിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ജസ്റ്റ് ഒന്ന് കറണ്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, ഒന്ന് ഓൺ ആക്കിയിട്ട് അത് ചുട്ടുപഴുക്കുന്ന കാണാൻ പോവാണ്. എന്താകുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഫസ്റ്റ് എക്സ്പെരിമെന്റ് അന്ന് ക്ലാസ്സിനിടയ്ക്ക് ചെയ്തപ്പോഴത്തേക്കും വർക്കൗട്ട് ആയില്ല. അപ്പോൾ ഇതിപ്പോൾ എന്താകുമെന്ന് നമുക്കൊന്ന് എന്ത് ചെയ്യാൻ നോക്കാം, ചുട്ടുപഴുക്കും എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് ചുട്ടുപഴുക്കാൻ കാരണം റെസിസ്റ്റൻസ് കൂടുതലാണ്, ഇതിലൂടെ കറണ്ട് ഒഴുകുന്നുണ്ട് ഫോർ എ പർട്ടിക്കുലർ ടൈം കൂടുന്നതനുസരിച്ച് ആ പഴുക്കുന്നതിൻ്റെ അളവും ഹീറ്റിൻ്റെ അളവും പ്രൊഡ്യൂസ് ചെയ്യുന്നതും കൂടും. അതാണ് ജൂൾസ് ലോ പറയാൻ പോകുന്നത്. അപ്പോൾ ജൂൾസ് ലോയിലേക്ക് നമുക്ക് എന്നിട്ട് പോകാം. ആദ്യം ഈ നിക്രോം വയർ ചുട്ടുപഴുക്കുന്നത് നമുക്കൊന്ന് കാണാം. ഞാൻ എന്തായാലും ഓൺ ചെയ്യാൻ പോവാണ്, എല്ലാവരും ശ്രദ്ധിച്ചോണം. അതായത് നിക്രോം വയർ കറണ്ട് കടത്തിവിടാൻ പോവാണ്. ഇതിലൂടെ കടന്നു പോകാൻ പോവാണ്. റെസിസ്റ്റൻസ്, പ്രതിരോധം 6 ഉണ്ട്. ഒരു പർട്ടിക്കുലർ ടൈമിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും അവിടെ ഹീറ്റ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പം Iയും Rഉം Tയും ഉള്ള ഒരു ഇക്വേഷനിലേക്ക്, അതിനകത്തുണ്ടാകുന്ന ഹീറ്റിന്റെ ഇക്വേഷനായ ജൂൾസ് ലോയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ആദ്യം നമുക്കിതൊന്ന് എന്ത് ചെയ്യാം, ചുട്ടുപഴുക്കുന്നതെന്ന് കാണാം. ഞാൻ ഓൺ ചെയ്യാൻ പോവാണ്. ഓൺ ചെയ്യട്ടെ മക്കളെ? ഓൺ ചെയ്യുകയാണ്. നിങ്ങൾ നോക്കുക, ഓൺ ചെയ്യാൻ പോവാണ്. റൈറ്റ്, നിങ്ങൾ നോക്കുക, കണ്ടോ ചുട്ടുപഴുത്ത, കണ്ടോ? റൈറ്റ്, ചുട്ടുപഴുത്ത നിങ്ങൾക്ക് കാണാൻ. ഞാൻ കുറച്ച് നേരത്തേക്ക് എന്ത് ചെയ്യുന്നില്ല, വെക്കുന്നില്ല. കാര്യം ഹീറ്റിങ്ങിന് കൂടുതൽ വരുന്നതുകൊണ്ടാണ്. ഞാൻ ഒന്നും കൂടെ ഓൺ ചെയ്യാൻ, നിങ്ങൾക്ക് അപ്പോൾ കാണാൻ പറ്റും അത് ചുട്ടുപഴുക്കുന്നത്. കണ്ടോ? റൈറ്റ്, കണ്ടോ ചുട്ടുപഴുക്കുന്ന? കണ്ടോ? റൈറ്റ്, എനിക്ക് വരെ ഇവിടെ ഹീറ്റ് കിട്ടുന്നുണ്ട്. റൈറ്റ്, സോ എനിക്കിവിടെ ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ സൈഡിലേക്ക് ഹീറ്റ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ എനിക്കിത് ഞാൻ ഇവിടുന്ന് തീ കൊളുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ ഒരാളെ വിളിക്കാൻ പറ്റും തീ കൊളുത്താൻ വേണ്ടി. വേണമെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഒരാളെ ഞാൻ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വിളിക്കുകയാണ്. ഒന്ന് തീയായി മാറുക, ഹീറ്റ് നമുക്ക് തീയായി മാറുന്ന നമുക്ക് നോക്കാം, ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഒന്ന് ജസ്റ്റ്, യെസ്, കണ്ടോ തീ കത്തുന്ന? കണ്ടോ? റൈറ്റ്, പുക വരുന്നത് നിങ്ങൾക്ക് കാണാം. റൈറ്റ്, ഐ തിങ്ക് യെസ്, അതാണ് ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് കറണ്ട് കടത്തി വിട്ടിട്ട് എന്ത് ചെയ്തു, ഹീറ്റ് ഉണ്ടാക്കി നിക്രോമിനകത്ത്.
അപ്പം ഇതിനകത്തൂടെ കറണ്ട് പോകുമ്പോഴേ ഹീറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഹീറ്റ് ഉണ്ടാകുന്ന ആരുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്. ഇപ്പം നല്ല ചൂടായിരിക്കും, സോ ചൂട് തീയായി വരുന്നത് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഉണ്ടായ ഹീറ്റ് അല്ലെ, എച്ച് എന്ന് പറഞ്ഞ ഇക്വേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. എച്ച് ഈസ് ഈക്വൽ ടു ആരൊക്കെ ആയിട്ടാണ് ബന്ധപ്പെടുന്ന ഒരേ ഒരാൾ കറണ്ടുമായിട്ടാണ്. കറണ്ട് കടന്നു പോയപ്പോഴാണ് വൈദ്യുതി കടന്നു പോയപ്പോഴാണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, അവിടെ നിങ്ങൾ ഹീറ്റ് ഉണ്ടായത്. അപ്പം ഐ സ്ക്വയറുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ. പിന്നെ നിക്രോമിന്റെ കാര്യത്തിൽ നിങ്ങൾക്കറിയാം പ്രതിരോധമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആള്. R, I square into R ഇൻറ്റു വരേണ്ടത് സ്മോൾ ടി എന്ന ഇക്വേഷൻ. കാര്യം എത്ര ടൈം, കാര്യം നിങ്ങൾ കണ്ടു ടൈം കൂടുന്തോറും അവിടെ എന്ത് ചെയ്യുകയാണ്, അവിടെ ചൂടാവുന്നതിന്റെ അളവ് കൂടി അല്ലെ. ആദ്യം കുറച്ച് സമയം ആദ്യത്തെ സമയത്തുള്ളതല്ല, പിന്നെ ചൂട് കൂടി വരികയാണ്. നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഇതാണ് ആ ഇക്വേഷൻ എന്ന് പറയുന്നത്, അതാണ് ജൂൾസ് ലോ എന്ന് പറയുന്നത്. ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എന്തായിരിക്കും, പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ഓഫ് ദി ഏതാണ് വയർ ആൻഡ് ടൈം ടു വിച്ച് ദ കറണ്ട് പാസ് ത്രൂ ദി കണ്ടക്ടർ. ഈ മൂന്ന് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ഇൻറ്റു ടി. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ആയി. ഇനി നിങ്ങൾക്കറിയാം ഓംസ് ലോ എന്ന് പറയുന്നത് വി ഈക്വൽ ടു ഐയർ ആണ്. ഇത് കഴിഞ്ഞ ക്ലാസ് ഞാൻ പഠിപ്പിച്ചാണ്, ഒന്നും കൂടെ പറയുകയാണ്. വി ഈക്വൽ ടു ഐയർ ഞാൻ പറഞ്ഞു ഐയർ ആണ്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടും എന്ത്, ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ. അത് നിങ്ങൾക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും, എച്ച് ഈസ് ഈക്വൽ ടു വി ബൈ ആർ ദി ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു ടി എന്ന് കിട്ടും. ആ ഇക്വേഷൻ എന്തായി മാറും, വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി എന്നാകും രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ ഐ സ്ക്വയർ ആർ ടി, രണ്ടാമത്തെ ഇക്വേഷൻ വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ ആറിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ആദ്യത്തെ ഇക്വേഷനിലെ ആറിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ആർ വി ഈക്വൽ ടു ഐ ആർ ആണെങ്കിൽ ആർ ഈക്വൽ ടു വി ബൈ ഐ ആണ്. ആ വി ബൈ ഐ നമ്മൾ ആദ്യത്തെ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടും വി ഐ ടി. അപ്പോൾ മൂന്ന് ഇക്വേഷനാണ് ഈ ഉണ്ടായ ഹീറ്റ്, മൂന്ന് ഇക്വേഷനെ ഡിപ്പെൻഡ് ചെയ്യും. മൂന്ന് ഇക്വേഷൻ വെച്ച് നമുക്ക് പറയാൻ പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷൻ ഐ സ്ക്വയർ ആർ ടി, രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്ന വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി, മൂന്നാമത്തെ ഇക്വേഷൻ വി ഐ ടി. ഈ മൂന്ന് ഇക്വേഷൻ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഫിസിക്സിൽ ആദ്യം ചെയ്യേണ്ടത്. അതായത് SSLC ഫിസിക്സിൽ ആദ്യം ചെയ്യേണ്ട കാര്യം. ഒരു എക്സ്പെരിമെന്റ് വെച്ച് നിങ്ങൾ കണ്ടു കറണ്ട് എങ്ങനെ തീയായി മാറുന്നത്. ഇതിനപ്പുറത്തേക്ക് എന്ത് വിഷ്വലൈസേഷൻ ഉണ്ടാകാനാണ്. പ്രാക്ടിക്കലായിട്ട് പഠിക്കുക, കാര്യങ്ങൾ കാണാതെ പഠിക്കാതെ മനസ്സിലാക്കി പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യുക, പഠിച്ച് മുമ്പോട്ട് പോവുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഇത് സംശയമുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ടാവും, അവരിലേക്ക് എത്തിക്കുക. കീപ്പ് ഓൺ സപ്പോർട്ടിങ് ഗൈസ്. Xylem ഉണ്ടാകും നിങ്ങളുടെ കൂടെ, ഈ വർഷം മുഴുവൻ ഉണ്ടാകും. നമ്മൾ ഫുൾ മാർക്കോട് കൂടി ഫുൾ A+ വാങ്ങിയിട്ടേ നമ്മൾ മുമ്പോട്ട് പോകുള്ളൂ. അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ച് തകർത്ത് ഉഷാറായിട്ട് മുമ്പോട്ട് പോകും. ആൾ ദി ബെസ്റ്റ് ഗൈസ്.